ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് വിട ചൊല്ലി തലസ്ഥാന നഗരി. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വഴിയരികിൽ കാത്തുനിൽക്കുന്നത് ജനലക്ഷങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നാളെ വൈകുന്നേരം നടക്കും. ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധി. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി.എസ്. അച്യുതാനന്ദന് വിട ചൊല്ലി തലസ്ഥാന നഗരി. ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ദേശീയപാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ജനസാഗരമാണ് വഴിയരികിൽ കാത്തുനിൽക്കുന്നത്. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്നും 2:30 ആരംഭിച്ച വിലാപയാത്ര 4 മണിക്കൂർ പിന്നിടുമ്പോൾ ചാവടിമുക്ക് വരെ മാത്രമാണ് എത്തിയിരിക്കുന്നത്. പാളയം, PMG, പ്ലാമൂട്, പട്ടം, ഉള്ളൂർ, ശ്രീകാര്യം തുടങ്ങിയ നഗരഹൃദയങ്ങളിൽ വൻ ജനാവലി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നു. ജില്ലയിൽ 27 ഇടങ്ങളിലാണ് പൊതുദർശനത്തിന് അവസരമൊരുക്കിയിട്ടുള്ളത്. കൊല്ലം, ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണമൊരുക്കിയിട്ടുണ്ട്. വിലാപയാത്ര രാത്രിയോടെ ആലപ്പുഴയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളുടെ വശങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഗതാഗത തിരക്ക് ഉണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസിന്റെ ജനസമ്മതിയുടെ പ്രതിഫലനമാണ് വിലാപയാത്രയിലുടനീളം കാണാനാവുന്നത്. വിശ്രമമില്ലാത്ത പോരാട്ട ജീവിതത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സമാനതകളില്ലാത്ത അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് വി.എസ്. യാത്രയാകുന്നത്. കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ വി.എസ്. അച്യുതാനന്ദന്റെ സംസ്കാരം നാളെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. നാളെ രാവിലെ ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ടൌൺ ഹാളിലും ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ മൈതാനത്തും പൊതുദർശനമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. വി.എസിനെ അവസാനമായി കാണാൻ ആലപ്പുഴയിൽ ജനസാഗരം കാത്തിരിക്കുകയാണ്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്താൻ ഇന്ന് അർദ്ധരാത്രി കഴിയുമെന്നാണ് കരുതുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ നഗരത്തിലെ വ്യാപാരികൾ കടകൾ അടച്ചിടുമെന്ന് വ്യാപാരി വ്യവസായി സമിതിയും അറിയിച്ചിട്ടുണ്ട്. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 3 വരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വി.എസിനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. PSCയും നാളത്തെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധിച്ചു. നടപടികൾ 2 തവണ നിർത്തിവെച്ചെങ്കിലും പ്രതിഷേധം തുടരുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച നടത്താൻ ഇന്നലെ ചേർന്ന ഉപദേശക സമിതി യോഗം തീരുമാനിച്ചതാണെന്നും വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ ഒരുക്കമാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. എന്നാൽ പ്രതിഷേധം തുടർന്നതോടെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി ഈ മാസം 25-ന് മാൽദീവ്സിലെത്തുന്ന ശ്രീ മോദി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവുമായി കൂടിക്കാഴ്ച നടത്തും. മാൽദീവ്സ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 60-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ സുപ്രീംകോടതി കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചു. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിലെ സുപ്രീംകോടതി വിധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അയച്ച പ്രസിഡൻഷ്യൽ റഫറൻസിന് എല്ലാ സംസ്ഥാന സർക്കാരുകളും മറുപടി നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു.
ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഉൾപ്പെട്ട 5-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അടുത്ത ചൊവ്വാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻകറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീ ധൻകർ ഇന്നലെ രാത്രി രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിച്ചത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം F-35B അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ബ്രിട്ടനിലേക്ക് മടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ലേഖകൻ M. സ്മിതി. അറബിക്കടലിന് മീതെ പതിവ് സൈനിക അഭ്യാസങ്ങൾക്കിടെയാണ് ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിന്റെ ഭാഗമായ ഈ സൈനിക വിമാനം ജൂൺ 14 അടിയന്തരമായി ഇവിടെ ഇറക്കേണ്ടി വന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെയും പവർ യൂണിറ്റിലെയും തകരാറുകൾ മൂലം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കാൻ അടിയന്തര അനുമതി തേടുകയായിരുന്നു. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധരുടെ സംഘമെത്തി അറ്റകുറ്റപ്പണികളും വിശദ പരിശോധനകളും പൂർത്തിയാക്കി ഇന്നലെയാണ് F-35B ഹാങ്ങറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-നാണ് പ്രസിദ്ധീകരിക്കുക. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. മറ്റന്നാൾ പുലർച്ചെ 2:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 12:42 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. തിരുവല്ലം, വർക്കല, തിരുമുല്ലവാരം, ചേലാമറ്റം, കാലടി, ആലുവ, മണപ്പുറം തുടങ്ങി പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പിതൃതർപ്പണത്തിന് ഏറെ പ്രശസ്തമായ വർക്കല പാപനാശത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പാപനാശം കടൽ തീരത്ത് പുലർച്ചെ 2:30 മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ബലിമണ്ഡപത്തോട് ചേർന്ന് 500 പേരെ ഉൾക്കൊള്ളാവുന്ന പ്രത്യേക പന്തലും തയ്യാറാക്കുന്നുണ്ട്. പോലീസ്, എക്സൈസ്, അഗ്നിരക്ഷാസേന, KSEB എന്നിവയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഉണ്ടാകും. ശിവഗിരി മഠം, ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അരുവിപ്പുറം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം തുടങ്ങി ജില്ലയിലെ മറ്റ് കേന്ദ്രങ്ങളിലും ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണത്തെ കർക്കടകവാവു ബലി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാകും നടത്തുക. പ്രതിരോധ മന്ത്രാലയത്തിന്റെ തിരുവനന്തപുരത്തെ PRO ആയി ബിജു K. മാത്യു ചുമതലയേറ്റു. 1998-ൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ചേർന്ന അദ്ദേഹം ആകാശവാണി ട്രിച്ചി, കോഴിക്കോട് നിലയങ്ങൾ, ദൂരദർശൻ, PIB, CBC തുടങ്ങി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വിവിധ മാധ്യമ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 8 ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ചെസ്റ്റർലെ സ്ട്രീറ്റിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 17 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് നേടിയിട്ടുണ്ട്. പരമ്പരയിൽ ഓരോ മത്സരം വീതം ജയിച്ച് സമനിലയിലാണ് ഇരു ടീമുകളും. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും. ഓൾഡ് ട്രാഫോർഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 പോയിന്റ് താഴ്ന്ന് 82,186-ലും നിഫ്റ്റി 29 പോയിന്റ് നഷ്ടത്തിൽ 25,060-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട ചൊല്ലി തലസ്ഥാന നഗരി. വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ വഴിയരികിൽ കാത്തുനിൽക്കുന്നത് ജനലക്ഷങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നാളെ വൈകുന്നേരം നടക്കും. ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധി. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK, മാൽദീവ്സ് സന്ദർശനത്തിന് നാളെ തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.